നമസ്കാരം. എല്ലാ മലയാളികളും ശ്രദ്ധിച്ചിരിക്കുക. പ്രത്യേകിച്ച് സ്ത്രീ സുരക്ഷാ വീട്ടമ്മ പെൻഷൻ പദ്ധതിയിലേക്ക് നമ്മളുടെ വീടുകളിൽ നിന്ന് അപേക്ഷ വെച്ചിട്ടുണ്ട് എങ്കിൽ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പലരുടെയും അപേക്ഷകൾ കാത്തിരിപ്പിനൊടുവിൽ അപ്രൂവായി തുടങ്ങിയിരിക്കുകയാണ്. നമുക്ക് പെൻഷനർ ID ജനറേറ്റ് ആകുന്നുണ്ട്. സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇവർക്ക് എല്ലാ മാസവും പെൻഷൻ ഇനി ലഭിക്കും. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെയുള്ളവർക്ക് പെൻഷനർ ID ക്രിയേറ്റ് ആവുന്നത്. ID ക്രിയേറ്റ് ആയി എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രതിമാസ പെൻഷൻ തുക ഉറപ്പായി എന്നാണ് അർത്ഥം. ഇനി 1000 രൂപ വീതം ഒരു തടസ്സവും കൂടാതെ നമ്മൾ കൊടുത്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് സർക്കാർ നിക്ഷേപിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രധാന കാര്യങ്ങൾ കൂടി അപേക്ഷ വെച്ചവർ അല്ലെങ്കിൽ ഇനി അപേക്ഷ വെക്കാൻ ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തൊക്കെയാണ് എന്ന് പറയാം. ഏറ്റവും ആദ്യത്തേത്, നമ്മൾ കഴിഞ്ഞ ദിവസം സൂചന നൽകിയിരുന്നത് പോലെ തന്നെ അപേക്ഷയിലെ തിരുത്തലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പലരുടെയും അപേക്ഷകൾ റിട്ടേൺ ആകുന്ന സാഹചര്യം വരുന്നുണ്ട്. അപേക്ഷകളിലെ പൊരുത്തക്കേടുകൾ, നമ്മൾ സമർപ്പിച്ചിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ ഓഫീസർമാർ ഡൗൺലോഡ് ചെയ്ത് വെരിഫൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുത്തിട്ടുള്ള വിവിധ ഡോക്യുമെൻറ്റുകളിൽ വ്യത്യസ്ത ജനന തീയതി കണ്ടു കഴിഞ്ഞാൽ, അതായത് ചിലരുടെയൊക്കെ ആധാർ കാർഡിൽ ഡേറ്റ് ഓഫ് ബർത്ത് കാണില്ല, ഇയർ ഓഫ് ബർത്ത് ആയിരിക്കും കാണുക. അതുകൊണ്ട് തന്നെ ജനുവരി 1-ാം തീയതി ജനിച്ചു എന്ന രീതിയിലൊക്കെ രേഖപ്പെടുത്തിയ ചില ആധാർ കാർഡുകളുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള കാരണത്താൽ നമ്മളുടെ അപേക്ഷകൾ റിട്ടേൺ ആവും. അങ്ങനെയുള്ള അപേക്ഷകൾ ആധാർ കാർഡിലെ ജനന തീയതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അപ്ഡേഷൻ ചെയ്ത ശേഷമേ പിന്നീട് റീസബ്മിറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അത് ആ രീതിയിൽ ചെയ്യുന്ന കാര്യം ശ്രദ്ധിക്കണം. ഇനി അതോടൊപ്പം തന്നെ മറ്റ് ഡോക്യുമെൻറ്റുകളിലെ പേരും അതോടൊപ്പം തന്നെ അപേക്ഷയിലെ പേരുകളും തമ്മിൽ എന്തെങ്കിലും പൊരുത്തക്കേടുകളുണ്ടെങ്കിലും 1 ആൻഡ് സെയിം സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഹാജരാക്കി അപേക്ഷകൾ പിന്നീട് റീസബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇനിയും ബാങ്ക് അക്കൗണ്ടിൽ പിഴവുകളുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഡോക്യുമെൻറ്റിൽ അപ്ലോഡ് ചെയ്ത സമയത്ത് ക്ലാരിറ്റി ഇല്ല എങ്കിലും ആ ഡോക്യുമെൻ്റ് തന്നെ ഒന്നുകൂടി റീ അപ്ലോഡ് ചെയ്യാനും ആവശ്യപ്പെടാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപേക്ഷ വെച്ചു എന്ന് കരുതി തുക വരുന്നതും കാത്തിരിക്കാതെ അപേക്ഷയുടെ സ്റ്റാറ്റസ് കൂടി ഒന്ന് പരിശോധിക്കണം. അപേക്ഷയുടെ സ്റ്റാറ്റസ് പരിശോധിക്കാൻ ഓൺലൈൻ വഴി അപേക്ഷ വെച്ചവർ ആ അപേക്ഷ വെച്ച ഓൺലൈൻ സർവീസ് സെൻറ്ററിലേക്ക് എത്തിച്ചേരുക. ഇനി അതോടൊപ്പം തന്നെ നമ്മളുടെ ഫോണിൽ അറിയിപ്പ് വന്നിട്ടുണ്ടാകും. അറിയിപ്പുകൾ കൃത്യമായിട്ട്, അതായത് SMS കൃത്യമായിട്ടൊന്ന് പരിശോധിക്കുക. ഇതുകൂടാതെ തന്നെ ഫോൺ വഴി വെച്ചവരാണെങ്കിൽ അവരുടെ ഫോൺ വഴി തന്നെ കേസ് സ്മാർട്ടിൽ കയറി കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ പരിശോധിക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. പെൻഷനർ ID ജനറേറ്റ് ആയവരെ സംബന്ധിച്ചിടത്തോളം ഈ മാസം മുതലോ അല്ലെങ്കിൽ മാർച്ച് മാസം മുതലോ 1000 രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി അതോടൊപ്പം തന്നെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ മാസവും പെൻഷൻ വിതരണം ചെയ്യുന്ന അതേ സമയത്ത്, അതായത് 2000 രൂപ പെൻഷൻ വിതരണം ചെയ്യുന്ന സമയത്തൊക്കെ ആയിരിക്കും ഈ 1000 രൂപ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുക. അതുമാത്രമല്ല, അടുത്ത വർഷം മുതൽ നമുക്ക് ബയോമെട്രിക് മസ്റ്ററിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അതായത് വേരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടാകും. അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി അപേക്ഷ വെക്കാനുള്ളവരും എത്രയും വൈകാതെ അപേക്ഷകൾ സബ്മിറ്റ് ചെയ്യുന്ന കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എല്ലാവരിലേക്കും അറിയിപ്പ് ഷെയർ ചെയ്തെത്തിക്കുക. ഇതുപോലെ ഇൻഫർമേഷൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.